ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറുന്നതിന് മുൻപേ പാകിസ്ഥാനിൽ വിവിധയിടങ്ങളിൽ ശക്തമായ സ്ഫോടനം നടന്നു. ഇന്ത്യ തിരിച്ചടിച്ചതിന് പിന്നാലെ പാകിസ്ഥാനിൽ വീണ്ടും സ്ഫോടനങ്ങൾ എന്ന റിപ്പോർട്ട് രാവിലെ മുതൽ വന്നു തുടങ്ങിയിരിക്കുകയാണ്. പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനവും പാകിസ്ഥാനിലെ രണ്ടാമത്തെ വലിയ നഗരവുമായ ലാഹോറിലും അതിന് പിന്നാലെ കറാച്ചിയിലുമാണ് സ്ഫോടന പരമ്പരകൾ ഉണ്ടായത്. ലാഹോറിൽ വാൾട്ടൺ എയർഫീൽഡിന് സമീപം 3 സ്ഫോടനങ്ങൾ ഉണ്ടായതായി അന്തർദേശീയ വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 3 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് വരുന്നുണ്ട്. ഡ്രോൺ ആക്രമണമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഒരു വശത്ത് ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് കോപ്പുകൂട്ടുമ്പോഴാണ് പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ലാഹോറിൽ ഇന്ന് രാവിലെ സ്ഫോടനമുണ്ടായത്. 3 സ്ഫോടനങ്ങൾ ഉണ്ടായതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ സ്ഫോടനത്തിൽ എത്ര പേർ മരിച്ചു, എത്ര പേർക്ക് പരിക്കേറ്റു, ആരാണ് സ്ഫോടനത്തിന് പിന്നിൽ തുടങ്ങിയ വിഷയങ്ങളിലൊന്നും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. സ്ഫോടക വസ്തുക്കളുമായി പറന്ന ഡ്രോൺ തകർന്നാണ് സ്ഫോടനം ഉണ്ടായതെന്ന സംശയവും പുറത്തു വന്നിട്ടുണ്ട്. സ്ഫോടനത്തെ തുടർന്ന് ലാഹോർ, കറാച്ചി, സിയാൽകോട്ട് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചു. വാൾട്ടൺ എയർഫീൽഡിനോട് ചേർന്നാണ് സ്ഫോടനങ്ങൾ ഉണ്ടായതെന്ന് പുറത്തുവന്ന ദൃശ്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. എയർഫീൽഡിനോട് ചേർന്ന ഗോപാൽ നഗർ, നസീറാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സ്ഫോടനമുണ്ടായത്. ഇന്ത്യക്കെതിരായ യുദ്ധത്തിനായി സൈന്യം ലാഹോറിൽ കേന്ദ്രീകരിക്കുന്നതിനിടയിലാണ് സ്ഫോടനം. ഒപ്പം എയർഫീൽഡ് പോലെ തന്ത്രപ്രധാനമായ മേഖലയിലാണെന്നതും സംഭവത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ലാഹോറിലെ സ്ഫോടനത്തിന് പിന്നാലെയാണ് കറാച്ചിയിലും അല്പസമയം മുമ്പ് സ്ഫോടനമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, ഇത് ആരും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല, പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നത് ഒരു ഡ്രോൺ ആക്രമണം ആണ് എന്നാണല്ലോ. ഇന്ത്യയാണ് ഇതിന് പിന്നിൽ എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടോ പാകിസ്ഥാൻ? പക്ഷേ ഇന്ത്യ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് സ്ഥിരീകരിക്കുവാൻ ഇന്ത്യക്ക് അതിനുള്ള ചങ്കുവപ്പുണ്ട്. അത് മാത്രമല്ല, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ ഇങ്ങനെ ഒരു ആക്രമണം നടത്താറുമില്ല. മഞ്ജുഷ, ഇതുവരെയും അത്തരമൊരു ആക്രമണത്തിന്റെ പേരിൽ ഇന്ത്യക്ക് നേരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല. സ്വാഭാവികമായും പാകിസ്ഥാനിൽ ഏത് ആക്രമണം നടന്നാലും പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രവൃത്തി അത് ഇന്ത്യയാണ് അതിന് പിന്നിൽ എന്ന് പറയുകയാണ്. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം പാകിസ്ഥാനിലെ ആഭ്യന്തര സംഘർഷം അത്രത്തോളം അതിരൂക്ഷമായ അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. ഇന്നാണ് ലാഹോറിൽ രാവിലെയാണ് 3 സ്ഫോടനം ഉണ്ടായത്. അതും വാൾട്ടൺ എയർഫീൽഡിന് തൊട്ടടുത്താണ് ഈ സ്ഫോടനം ഉണ്ടായത്. ഈ സ്ഫോടനം 3 ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇന്റർനാഷണൽ ഏജൻസികളടക്കം റോയിറ്റേഴ്സും അൽ ജസീറയും അടക്കം സ്ഥിരീകരിക്കുന്നുണ്ട്. പാക് മാധ്യമങ്ങളിലും ഈ വാർത്തകൾ വ്യാപകമായി തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ പാക് സർക്കാർ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഏതെങ്കിലും ഒരു പ്രതികരണത്തിന് ഇതുവരെയും തയ്യാറായിട്ടില്ല. അവിടെയും ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായത് എന്നാണ് പ്രാഥമികമായ സൂചന. തൊട്ടു പിന്നാലെയാണ് രണ്ടാമത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനവും രണ്ടാമത്തെ വലിയ നഗരവുമാണ് ലാഹോറെങ്കിൽ കറാച്ചിയിലേക്ക് അല്പസമയത്ത് മുമ്പ് കറാച്ചിയിലും സ്ഫോടനമുണ്ടായി. കറാച്ചിയിലെ സ്ഫോടനം ഒരു വീടിന്റെ മുകളിലേക്കാണ്, പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീടിന് മുകളിലേക്കാണ് ഈ സ്ഫോടക വസ്തു വന്ന് വീണത്. അവിടെയും എത്ര പേർ മരണമടഞ്ഞു എന്നോ എത്ര പേർക്ക് പരിക്കേറ്റു എന്നൊന്നും സ്ഥിരീകരിക്കാൻ പാക് സർക്കാർ തയ്യാറായിട്ടില്ല. പക്ഷേ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. സാധാരണക്കാരായ മനുഷ്യർ ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ എടുക്കുകയും അത് പുറത്തുവിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതും ഇന്റർനാഷണൽ ഏജൻസികളൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ഉപകരണത്തിന്റെ മെറ്റൽ പാർട്സ് കിട്ടിയിട്ടുണ്ട്. ഈ യന്ത്രഭാഗങ്ങൾ ഡ്രോണിന്റെ യന്ത്രഭാഗങ്ങളാണെന്നാണ് പ്രാഥമികമായി കരുതുന്നത്. എന്നാലും അക്കാര്യത്തിലുമൊക്കെ സ്ഥിരീകരണം ആവശ്യമാണ്. ഒരു സ്ഥലത്ത് ബലൂചിസ്ഥാനിൽ 14 സൈനികരാണ് കൊല്ലപ്പെട്ടത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ 14 സൈനികർ, പാകിസ്ഥാൻ മിലിറ്ററി ഓപ്പറേഷന്റെ ഒരു പ്രധാനപ്പെട്ട അധികാരി അടക്കമുള്ള 14 പേരാണ്, സൈനികരാണ് രണ്ടിടത്തായി നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്ന് രാവിലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തന്നെയാണ് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. അത് ഇന്ന് നടന്നതാണോ ഇന്നലെ നടന്നതാണോ ആക്രമണം എന്ന് സംബന്ധിച്ചാണ് ഇനി സ്ഥിരീകരണം ലഭിക്കാനുള്ളത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ അതാണ്. ഇത് പാക് സൈനിക വാഹനമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനത്തിനു നേരെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ബോംബാക്രമണം ഉണ്ടാകുന്നത്. ഈ ആക്രമണത്തിൽ ആ വാഹനത്തിൽ അപ്പോൾ ഉണ്ടായത് 12 പേരാണ്. ആ 12 പേരും തൽക്ഷണം തന്നെ മരിക്കുകയായിരുന്നു. ആ സ്ഫോടനം കണ്ടാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടും. അത്രത്തോളം തീവ്രമായ സ്ഫോടനമാണ് ആ വാഹനത്തിനു നേരെ ഉണ്ടായത്. 12 പേരും മരിക്കുകയായിരുന്നു. ഇത് ഏത് സമയത്തുണ്ടായ ആക്രമണം, ഇന്ന് രാവിലെയാണോ ഇന്നലെയാണോ എന്നതിൽ മാത്രമാണ് ഇനി സ്ഥിരീകരണം വരാനുള്ളത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തന്നെയാണ് ഈ ദൃശ്യങ്ങളൊക്കെ 5 മിനിറ്റോളം നീളുന്നതാണ് ഈ ദൃശ്യങ്ങൾ. വളരെ വിശദമായി തന്നെ ദൃശ്യങ്ങളുണ്ട്. ദൃശ്യങ്ങൾ വ്യാജമായി സൃഷ്ടിച്ചതല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ആവണം അവർ അത്തരം വിശദമായ ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത്. ആ ദൃശ്യങ്ങളിൽ ഒരു സൈനിക വാഹനം കടന്നു വരുന്നതും സൈനിക വാഹനത്തിൽ പെട്ടെന്ന് സ്ഫോടനത്തിൽ തകർന്ന് പൂർണ്ണമായും തരിപ്പണമാകുന്നതും ഒക്കെ കാണാൻ കഴിയും. ഇന്ന് രാവിലെയാണ് ലാഹോറിൽ 3 സ്ഫോടനം ഉണ്ടായത്. ലാഹോറിലെ വാൾട്ടൺ എയർഫീൽഡിന് തൊട്ടടുത്താണ് സ്ഫോടനം ഉണ്ടായത്. അതും എയർഫീൽഡിന് തൊട്ടടുത്താണ് സ്ഫോടനം ഉണ്ടായതെന്നും ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ച് തന്ത്രപ്രധാനമായ ഒരു മേഖല കൂടിയാണിത്.
പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യക്കെതിരെ ഒരു യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുകയാണെന്നും ആ യുദ്ധത്തിന് വേണ്ടി പാകിസ്ഥാൻ സേന കേന്ദ്രീകരിക്കാനൊക്കെ അവരുടെ പ്രധാനപ്പെട്ട ട്രൂപ്പുകളൊക്കെ കേന്ദ്രീകരിക്കാൻ നിർദ്ദേശം നൽകിയത് ലാഹോറിലാണ്. അപ്പോൾ ആ സേന ലാഹോറിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനിടയിൽ തന്നെയാണ് ലാഹോറിൽ 3 സ്ഫോടനം നടക്കുന്നത്. അതും തന്ത്രപ്രധാന മേഖലയായ എയർഫീൽഡിന് തൊട്ടടുത്ത് തന്നെ ഇത്തരം സ്ഫോടനം നടക്കുന്നു എന്നതും ഇതിന് പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ എന്തായാലും ബലൂച്ച് ലിബറേഷൻ ആർമി ശക്തമായിട്ട് തന്നെ അവിടെ പ്രതിരോധം തീർക്കുന്നുണ്ട്. അതാണല്ലോ പാക് സൈനികരെ ബലൂച്ച് ലിബറേഷൻ ആർമി വധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലാഹോറിലെയും കറാച്ചിയിലെയും സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ബലൂച്ച് ലിബറേഷൻ ആർമി തന്നെയാണ് എന്നാണോ ഇപ്പോൾ പൊതുവെയുള്ള നിഗമനം വരുന്നത്? അങ്ങനെയാണോ പാക് മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വരുന്നത്? മഞ്ജുഷ, ബലൂച്ച് ലിബറേഷൻ ആർമി ബലൂചിസ്ഥാനിൽ സൈനികർക്ക് നേരെ നടത്തിയ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ബലൂച്ച് ലിബറേഷൻ ആർമി തന്നെയാണ് ഇതിന്റെ ദൃശ്യങ്ങളും ഔദ്യോഗികമായി തന്നെ അവർ പുറത്തുവിട്ടത്. അവരുടെ വക്താവ് തന്നെയാണ് ഇത് അറിയിച്ചത്. എന്നാൽ ലാഹോറിലും കറാച്ചിയിലും നടത്തിയ സ്ഫോടനത്തിന് പിന്നിൽ ആര് എന്നത് ഏതെങ്കിലും സംഘടനകൾ ഇതുവരെ ഉത്തരവാദിത്തം ഏറ്റെടുത്തായി ചില സംഘടനകളുടെ വാർത്തകളൊക്കെ സ്ഥിരീകരിക്കാൻ കഴിയുന്ന വാർത്തകളല്ല. അതുകൊണ്ടാണ് അത്തരം വാർത്തകൾ നമുക്ക് നൽകാൻ കഴിയാത്തത്. അത്തരം ചില പ്രാദേശിക മാധ്യമങ്ങളൊക്കെ അങ്ങനെ ചില സംഘടനകൾ ഏറ്റെടുത്തു എന്ന മട്ടിലൊക്കെ റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. പാകിസ്ഥാനുള്ളിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, അവിടുത്തെ 3 പ്രധാനപ്പെട്ട ഭീകരവാദ സംഘടനകളും പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ISIയുടെയും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെയും ആശീർവാദത്തോടു കൂടി അവർ നട്ടുവളർത്ത് വലുതാക്കുന്ന 3 ഇന്ത്യയിലേക്ക് ഭീകരരെ കയറ്റിവിടാനായി വളർത്തുന്ന 3 പ്രധാനപ്പെട്ട ഭീകര സംഘടനകൾ ലഷ്കർ-e തൊയ്ബയായാലും ജെയ്ഷെ മുഹമ്മദ് ആയാലും ഹിസ്ബുൾ മുജാഹിദീനായാലും ഈ 3 സംഘടനകളും ഇപ്പോൾ കടുത്ത അമർഷത്തിൽ കൂടിയാണ്. കാരണം അവരുടെയൊക്കെ പ്രധാനപ്പെട്ട താവളങ്ങൾക്ക് നേരെ, കേന്ദ്രങ്ങൾക്ക് നേരെ, പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നേരെയൊക്കെയാണ് അവിടെ ആക്രമണം ഉണ്ടായത്. ഈ സമയത്ത് പാകിസ്ഥാൻ സേന എവിടെയായിരുന്നു, ഈ സമയത്ത് ISI എവിടെയായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം ആഭ്യന്തര സംഘർഷങ്ങളൊക്കെ ഇത്തരം സ്ഫോടനത്തിന് പിന്നിൽ ഉണ്ട് എന്ന സംശയവും ശക്തമാണ്. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പാകിസ്ഥാനിൽ 2 ഇടത്താണ് ഉഗ്രസ്ഫോടനം ഉണ്ടായത്. പ്രധാന നഗരങ്ങളായ ലാഹോറിലും കറാച്ചിയിലുമാണ് സ്ഫോടന പരമ്പരകൾ ഉണ്ടായത്. ലാഹോറിൽ മാത്രം 3 സ്ഥലങ്ങളിൽ സ്ഫോടനം ഉണ്ടായി. അല്പസമയം മുമ്പ് കറാച്ചിയിലും സ്ഫോടനം ഉണ്ടായി. പാകിസ്ഥാൻ നടുങ്ങിയിരിക്കുകയാണ്. ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് ഇതുവരെ പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടുമില്ല, ആരോപണവും ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഡ്രോൺ ആക്രമണമാണ് എന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഈ ദൃശ്യങ്ങൾ കാണുന്നത് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണമാണ്. അതവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്, ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പാക് സൈനികരെ വധിച്ചു. കുഴിബോംബ് സ്ഫോടനമാണ് ഉണ്ടായത്. 12 പാക് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ. ആഭ്യന്തരമായിട്ടും പാകിസ്ഥാൻ ഇപ്പോൾ വെല്ലുവിളികൾ നേരിടേണ്ടി വരികയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയാണ് പാകിസ്ഥാന് വലിയ ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് കറാച്ചിയിലും ലാഹോറിലും സ്ഫോടനം നടക്കുകയും ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ പാക് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രാജ്യത്തുള്ള സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുവാൻ സർവകക്ഷി യോഗം ചേർന്നു. ഡൽഹിയിലായിരുന്നു സർവകക്ഷി യോഗം ചേർന്നത്. കേന്ദ്ര സർക്കാരിന് എല്ലാ പിന്തുണയും കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേസമയം പ്രധാനമന്ത്രി യോഗത്തിൽ പങ്കെടുക്കാത്തതിൽ കോൺഗ്രസ് അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ സർക്കാരിന് ഒപ്പം നിൽക്കുന്നതായി യോഗത്തിന് ശേഷം മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു.